നമസ്കാരം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണ്? മനുഷ്യത്വം. ഇനി നിങ്ങൾ ഈ കമൻറ്റ് വായിച്ചിട്ട് പറ, ആ മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം ഇപ്പം എത്രത്തോളം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്? അത് വർഷം ചെല്ലുന്തോറും വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ആ ടീച്ചർമാർ ഒരു യാത്ര പോയി. അവിടെ എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെ മടക്കയാത്ര നടത്തേണ്ടി വരുമെന്നോ ഒന്നും അവർക്കറിയില്ല. അവരാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരു തെറ്റും ചെയ്തില്ല. സന്തോഷത്തോടു കൂടിയിട്ട് യാത്ര പോയി. മടക്കയാത്ര ഇങ്ങനെ ആയിപ്പോയി. നമ്മുടെ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരണമുണ്ടാകും. അത് എപ്പോ എങ്ങനെ അതൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. മനുഷ്യനെ ചിലപ്പോൾ എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് സന്തോഷിക്കുന്ന മനുഷ്യന് ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോഴായിരിക്കും, നമ്മുടെ മരണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ. കാരണം നമുക്കറിയത്തില്ല എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ അധ്യാപകർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വിധിയാണ്. അപ്പം നമുക്കത് ഓർത്ത് സങ്കടപ്പെടാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മാത്രമേ സാധിക്കത്തുള്ളൂ. മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത കേട്ട് ഒരു നിമിഷം സൈലന്റ് ആയിപ്പോവും. നമ്മളെല്ലാവരും സങ്കടപ്പെടും. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനുഷ്യർ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, മനുഷ്യത്വമുള്ള മനുഷ്യർ. എന്നാൽ ചില നികൃഷ്ട ജന്മങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. കണ്ടില്ലേ, മതം നോക്കി അവരെ കളിയാക്കാണ്, അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയാണ്. അവരുടെ മരണത്തെ പോലും മോശക്കാരായിട്ട് അല്ലെങ്കിൽ മോശ രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാനാണ്? ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു കമൻറ്റ് വിവാദമായപ്പോഴേക്കും ഈ രഘുരാമൻ എന്ന് പറയുന്ന ഈ വ്യക്തി മാപ്പപേക്ഷയുമായിട്ട് വന്നിട്ടുണ്ട്. അയാളുടെ മാപ്പൊന്ന് കേൾക്കണം. ഇത് 2-3 ദിവസമായി നടന്ന സംഭവമാണ്. പക്ഷേ ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചു, ചെയ്യണോ വേണ്ടയോ, സംസാരിക്കണോ വേണ്ടയോ എന്ന് കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു സംസാരിക്കാമെന്ന്. കാരണം ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇന്ന് ഈ സമൂഹത്തിൻ്റെ അവസ്ഥ ആ രീതിയിലേക്ക് അത്രയും പരിതാപകരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം മനുഷ്യന്മാർ. മുമ്പ് ഇത്തരം കമൻറ്റുകളൊന്നും നമുക്ക് അധികം കാണാൻ പോലും സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പം ഇത്തരം കമൻറ്റുകളാണ് ധാരാളം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് അങ്ങനെ ഒരു അപകടം സംഭവിച്ച ആളുടെ മതം ഏതാണ്, ജാതി ഏതാണ് എന്ന് നോക്കി കമൻ്റ് ഇടുന്ന രീതിയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രഘുരാമനെ പോലെയുള്ള ആൾക്കാർ. ഏതായാലും വേണ്ട മാപ്പപേക്ഷ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സത്യത്തിൽ ബ്രോ, എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പോയൊക്കെ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് മുതൽ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പം ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവന്റെ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാനൊരു മുസ്ലിങ്ങളുടെ പേര് കണ്ടു, ഉടനെ ഞാൻ അങ്ങ് കയറി അപ്പം അങ്ങനെ ഒരു കാരണം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ചേർത്തലയിൽ മറ്റേ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിൻ്റെ ആ ഒരു വിഷയം ഉണ്ടായി. വിഷു ബ്രോഷർ ഇറക്കിയതിൽ, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയതിൽ ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തിരിക്കുന്നതും, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയുക, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഒരു കമൻറ്റ്. അപ്പം അതിൻ്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു അമർഷത്തിൻ്റെ ബേസ് എൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അസൽ കള്ളായിരുന്നു, മദ്യമായിരുന്നു. ഞാൻ നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ജോലി ചെയ്യുന്നത്. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരന്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവര് തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എൻ്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് അതിലൊരു മടിയില്ല അത് പറയാനായിട്ട്. അവന്റെ മാപ്പപേക്ഷ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നത്രേ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് ഇട്ടതേ എന്ന്. ന്യായീകരണം കൊള്ളാം. ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചിട്ട്, മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു വൃത്തികേട് കാണിച്ചിട്ട് അതിനുള്ള ന്യായീകരണമാണ്, കുടിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു, എനിക്ക് ദേഷ്യമായി പോയി. ഷിയാസ് കരീം ബീഫിനെ പറ്റി പറഞ്ഞതും പിന്നെ കൃഷ്ണന്റെ മുമ്പിൽ മന്തി വെച്ച് ചിത്രീകരിച്ച ആ ഒരു പോസ്റ്ററും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമായി. അതൊക്കെ കണ്ടപ്പോൾ ദേഷ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യാപകരെ പറ്റിയിട്ട് ഇങ്ങനെ മോശമായിട്ട് എഴുതേണ്ട കാര്യം എന്താണ്?
ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ വേണം നമ്മൾ വിമർശിക്കാൻ, അത്തരക്കാരെ വേണം നമ്മൾ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ പോയി അവരുടെ മതം നോക്കി അവരുടെ തലയിൽ തട്ടമിട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പോയി വിമർശിക്കുകയും വൃത്തികേട് പറയുകയും ചെയ്യുന്നത് നീചമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നീചനായതുകൊണ്ടാണ്, അയാൾ വെറും നീചനായതുകൊണ്ടാണ് അത്തരം ഒരു പ്രവൃത്തി കാണിച്ചത്. അയാളെ മനുഷ്യകുലത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല. ഇത്തരക്കാരെ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഒറ്റപ്പെടുത്തണം. ഇവരോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും, അല്ലെങ്കിൽ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ നമ്മളിൽ നിന്നെല്ലാം ഒറ്റപ്പെടുത്തണം, സമൂഹത്തിൽ നിന്ന് മൊത്തത്തിൽ ഒറ്റപ്പെടുത്തണം. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. അല്ലാതെ അറസ്റ്റിലോ ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാലോ ഒന്നും ഒരു കാര്യവും നന്നാവാൻ പോകുന്നില്ല. ഇവൻ്റെയൊക്കെ ചിന്താഗതി ഇങ്ങനെ അങ്ങ് സ്പ്രെഡാവും. ഇവൻ്റെയൊക്കെ മനസ്സിലുള്ള ഈ നികൃഷ്ട ചിന്താഗതി പലരിലേക്ക് സ്പ്രെഡാകും. അങ്ങനെ സ്പ്രെഡാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടല്ലോ. ഒരു സമൂഹത്തെ മുഴുവനായിട്ട് ഒറ്റപ്പെടുത്താനും ഒരു സമുദായത്തെ മുഴുവനായിട്ട് കരിവാരി തേച്ച് കാണിക്കാനും അവരെ മൊത്തത്തിൽ വൃത്തികേട് പറയാനും വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട്. ആ ജന്മങ്ങളാണ് ഇങ്ങനെ സാധാരണക്കാരുടെ ഉള്ളിൽ പോലും വെറുപ്പ് സൃഷ്ടിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വെറുപ്പ് പകർന്നു നൽകുന്നത്? മതം നോക്കി, തലയിൽ തട്ടമിട്ടിട്ടുണ്ടോ, ഒരാളുടെ വസ്ത്രം നോക്കി, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ വിലയിരുത്തുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല എന്ന് എന്താണ് മനസ്സിലാക്കാത്തത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മനുഷ്യത്വം ചോർന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം മനുഷ്യത്വം ഇല്ല. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മനുഷ്യത്വം എന്ന് പറയുന്നത് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മളെല്ലാവരും മനുഷ്യന്മാരിൽ നിന്ന് മൃഗമായിട്ട് മാറിക്കൊള്ളൂ. പിന്നെ മൃഗങ്ങൾ എത്രയോ ഭേദമാണ്. മൃഗങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് മൃഗങ്ങൾ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, വേറെ ഏതെങ്കിലും പേര് ഇടേണ്ടി വരും. നികൃഷ്ട ഏതെങ്കിലും ഒരു ജന്മം, അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ ഇത്തരം മനുഷ്യന്മാരെ. മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റത്തില്ല, നികൃഷ്ട ജന്മം എന്ന് വേണം വിളിക്കാൻ. സത്യമല്ലേ? വേറെ എന്തെങ്കിലും പേര് നീ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇവരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്, അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട്. മൃഗങ്ങൾ ഒരിക്കലും ഇങ്ങനെ കാണിക്കത്തില്ല. മൃഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. പ്രകൃതിക്ക് ചേരുന്ന രീതിയിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. നമ്മളോ മതം നോക്കി, ഒരാൾ കഴിക്കുന്ന ഭക്ഷണം നോക്കി, അവരുടെ വസ്ത്രം നോക്കി അവരെ വിലയിരുത്തുകയും അവരെ നാണം കെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെന്ന് അനാവശ്യം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും വലിയ ഇതായതോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റുകൾ, ഹെയ്റ്റ് കമൻസുകൾ ഇങ്ങനെയൊക്കെയാണ്. ഇവരോടൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. രഘുരാമ വാൽപ്പാറയിൽ മരണപ്പെട്ട ആരെങ്കിലും മുൻ പരിചയമുണ്ടോ? അവരുമായി സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും സാമ്പത്തിക ഇടപാട്? ഒന്നുമില്ല. പിന്നെന്താണ് ഇത്ര വൈരാഗ്യം? കേരളക്കര ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ച് കുറച്ച് ടീച്ചേഴ്സ് മടക്കയാത്രയിലേക്ക് പോയപ്പോൾ കേരളം വിറയലോടുകൂടി ഞെട്ടലോടുകൂടിയാണ് വാർത്ത കണ്ടത്. അതിന്റെ താഴെ വന്നിട്ട് ആ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്മളിത് പറയൽ പോലും അപക്വമാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കളാണ്, മനുഷ്യരാണ്. എന്നാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തട്ടമിട്ടവളെ കണ്ടപ്പോഴേക്കും നിനക്ക് മദ്യപ്പുഴയും പൂർലിങ്ങളും പരിഹാസമൊക്കെ നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ രഘുരാമ, നീ നിരന്തരമായി ഈ കൈകാര്യം ചെയ്യുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഒരു സമുദായത്തോടും ഒരു സമൂഹത്തോടും ഒക്കെ നിനക്ക് പകയുണ്ടാക്കി തരുന്ന ആശയധാരം നിന്നെ എവിടെ എത്തിച്ചു എന്നാലോചിച്ചു മതി. മൃഗമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. എടാ രഘുരാമ, അവർ മരണപ്പെട്ടത് അവരുടെ കഴിവുകേടും നീ ജീവിച്ചിരിക്കുന്നതും ഞാൻ ജീവിച്ചിരിക്കുന്നതും നമ്മുടെ കഴിവല്ല. എല്ലാ മനുഷ്യർക്കും മരണം ഉണ്ടാകും. ഒരു സമയമുണ്ട്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ എന്റെ സമയം അപ്പോഴാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും. എടാ, നമുക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ രഘുരാമ, ഒരേ ഒരു കാര്യം. ഇവിടുന്ന് മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് ഒരു പുൽനാമ്പിന്റെ നന്മയെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചു പോകണം. എടാ, യജമാനന്റെ തുടലിൽ കിടക്കുന്ന നായെങ്കിലും മരണപ്പെടുമ്പോൾ ആ യജമാനൻ മൃഗത്തിന്റെ സ്വഭാവം കാണിക്കാതെ, അല്ലെങ്കിൽ നികൃഷ്ട ജന്മങ്ങളുടെ സ്വഭാവം കാണിക്കാതെ ഇനിയെങ്കിലും മനുഷ്യത്വം വെച്ച് മനുഷ്യനായിട്ട് പെരുമാറാൻ പഠിക്കുക. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മതം നോക്കി ജാതി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാതെ സ്നേഹിക്കാൻ പഠിക്കുക. സ്നേഹിക്കാൻ പഠിപ്പിക്കുക ആൾക്കാരെ. മനുഷ്യത്വം എന്ന് പറയുന്നത് അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യകുലം ഇതുപോലെ നിലനിൽക്കത്തില്ല, എന്നേ നശിച്ചു പോയേനെ. മനുഷ്യത്വം ഇച്ചിരിയെങ്കിലും ബാക്കിയുള്ളത് കൊണ്ടാണ് ഈ മനുഷ്യന്മാരുടെ കുലം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി തന്നെ, ഈ ഭൂമി തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് കുറച്ചും കൂടി മനുഷ്യത്വം വെച്ച് പുലർത്ത്, കുറച്ചും കൂടി മനുഷ്യത്വം വെച്ച് പെരുമാറാൻ പഠിക്കുക. മറ്റുള്ളവരെ സഹോദരന്മാരെ പോലെ കാണുക. ഇത്തരം സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കാനായിരിക്കണം നമ്മുടെ മനസ്സിൽ തോന്നേണ്ടത്, അല്ലാതെ വെറുപ്പ് ഇതുപോലെ എഴുതിയിടാനല്ല.